യഹൂദന്മാരുടെ രക്ഷിത ഗണവും പ്രത്യേകമായിട്ടുണ്ട്. എന്നാൽ പുതുവാന ഭൂമിയിൽ ഇന്ന് രക്ഷിത ഗണമായിരിക്കുന്ന ദൈവസഭക്കാരും വിശുദ്ധ യെരൂശലേം എന്ന തന്റെ സ്വന്തം അവകാശം പ്രാപിച്ചുകൊണ്ട് അവിടെ ഉണ്ട്. വിശുദ്ധ യെരൂശലേം അവിടെ ഉള്ളപ്പോൾ അതിന്റെ ചുറ്റും യഹൂദന്മാരുടെ രക്ഷിത ഗണവും പിന്നെയും അതിന്റെ ചുറ്റും ജാതികളുടെ രക്ഷിത ഗണവുമാണ്. അതുകൊണ്ട് ആ ജാതികളുടെ രക്ഷിത ഗണവും യഹൂദന്മാരുടെ രക്ഷിത ഗണവും എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവസഭക്കാരെ പോലെയല്ല. അന്ന് ദൈവസഭയ്ക്ക് വസ്ത്രധാരണം ആവശ്യമില്ല, ഭക്ഷണപാനീയങ്ങൾ ആവശ്യമില്ല, വൈവാഹിക ബന്ധങ്ങൾ ആവശ്യമില്ല. എന്നാൽ അന്ന് അവിടെ ആയിരിക്കുന്ന പുതുവാന ഭൂമിയിലായിരിക്കുന്ന യഹൂദന്മാരുടെ രക്ഷിത ഗണത്തിനും ജാതികളുടെ രക്ഷിത ഗണത്തിനും അവർ ഭക്ഷണം കഴിക്കും, അവര് തെറ്റുവരികൾ ഉണ്ടാകും, ഭൂമി മുഴുവൻ നിറയ്ക്കും. ആദമിനെയും ഹവ്വയെയും ദൈവം പാപം ചെയ്യുന്നതിന് മുമ്പ് സൃഷ്ടിച്ചു വെച്ചിരുന്ന ആ അവസ്ഥ പോലെ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവൻ നിറയ്ക്കുക എന്ന് പറയുന്ന ആദ്യകാല വാഗ്ദാനം ഈ പുതുവാന ഭൂമിയിൽ നിവർത്തിക്കുമെന്ന് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ ആണ് നമ്മൾ അല്പം മുമ്പ് വായിച്ച വാക്യത്തില് ജീവവൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും. അപ്പൊ ജാതികൾ ജീവവൃക്ഷത്തിന്റെ ഇല തിന്നാൻ വരെ പ്രാപ്തരായിട്ട് അവിടെ ഉള്ളു കേട്ടോ. എന്നാൽ ഫലം തിന്നുന്നത് അവന്റെ മണവാറ്റിയാണ്, അവന്റെ കാന്തയാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. ജീവവൃക്ഷത്തിന്റെ ഫലം എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നാൻ തരും. അതൊരു വാഗ്ദത്തമാണ്. അപ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം അത് മാസം തോറും കായ്ക്കുകയാണ്, മാസം തോറും ഫലങ്ങളെ കായ്ക്കുകയാണ്, പുറപ്പെടുവിക്കുകയാണ്. അത് തിന്ന് ആ ദൈവം പിതാവായ ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ, പുത്രനായ യേശു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവായ ദൈവം കഴിഞ്ഞാൽ പിന്നത്തെ ആ ദൈവിക മക്കളായി നാം ഓരോരുത്തരും തീരേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ വെച്ച് ആരംഭിച്ച, കൃപയാൽ ആരംഭിച്ച ഈ നിത്യജീവൻ ഇപ്രകാരം പടിപടിയായി നേടിയെടുത്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവസരം തന്ന ദൈവദാസന് സഭയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന് സകലമാനവും മഹത്വവും അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.